ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. എങ്ങോട്ടാണ് യാത്ര? തൃശ്ശൂർക്കാണ്. പക്ഷേ ഇന്നത്തെ കാര്യത്തിൽ എൻ്റെ മനസ്സ് മുഴുവനും എറണാകുളത്താണ്. കാരണം സത്യത്തിൽ ആ വിനോദ് വക്കീലിനാണ് ഞാനൊരു സല്യൂട്ട് ചെയ്യുന്നത്. കാരണം വേറൊന്നുമില്ല, അദ്ദേഹം എന്നെ പോലെ ഒരു ഒറ്റയാൾ പോരാട്ടം ഇന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, കാരണം വൈദ്യുതി ഉപയോഗിക്കാത്ത ഒരു വ്യക്തിയും ഇന്ന് കേരളത്തിലില്ല. ആ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടത്തിനാണ് ഒരു സല്യൂട്ട്. ഇന്ന് എറണാകുളത്ത് വെച്ച് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. അതിൽ കറണ്ട് ചാർജ് കൂട്ടുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാമല്ലോ. 111 പേജുള്ള ഒരു റിപ്പോർട്ട് ഇറക്കിയിട്ട് വെറും 2 കോളം ഒരു ചെറിയ വാർത്ത കാണിച്ച് പൊതുജനത്തിന് ഇത് മനസ്സിലാകാത്ത രീതിയിൽ ഇംഗ്ലീഷിൽ ഇട്ടിട്ട് അത് ഒരു കാരണവശാലും മനുഷ്യന് മനസ്സിലാകാതെ പോകണമെന്നും ഈ പറഞ്ഞ കറണ്ട് ചാർജ് അമിതമായി കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കണമെന്നും ഉള്ള KSEBിയുടെ ഉദ്ദേശമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്ന് ഈ നടക്കുന്നത്, ഞാൻ പണ്ട് മോട്ടോർ വാഹന വകുപ്പിൽ നിയമമുണ്ട് പല കാര്യങ്ങൾക്കും, അത് മറച്ചു വച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഒരു ഗതാഗത സെക്രട്ടറിയുടെ ദുർനടപ്പ് തെളിച്ച് കാണിച്ചപ്പോൾ അന്ന് മനസ്സിലാകാത്ത ജനങ്ങൾക്ക് ഇന്ന് ഇത് കൂടി കൂട്ടി വായിക്കുമ്പോൾ അത് കൃത്യമായി മനസ്സിലാകും. കാരണം ഈ പറഞ്ഞ കറണ്ട് ചാർജ് കൂട്ടണമെന്നുള്ള തീരുമാനം വന്നിരിക്കുന്നത് ഇതിൻ്റെ ചെയർമാൻ അറിയാതെയൊന്നുമല്ല. ആ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ അന്നത്തെ ഗതാഗത സെക്രട്ടറിയാണ് ഇന്നത്തെ ചെയർമാൻ. ഇത് ജനങ്ങൾ ആരും അറിഞ്ഞിട്ടില്ല, ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു നമ്മുടെ വിൽസൺ വക്കീൽ പോലും ഇതിനെക്കുറിച്ച് അത് ചിന്തിച്ചിട്ടില്ല. പക്ഷേ ആളുടെ രീതി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ ജനങ്ങൾ പരമാവധി ഇന്ന് പറ്റുന്ന ആൾക്കാരെല്ലാം എറണാകുളത്ത് വന്ന് അവരുടെ പ്രതികരണം അവരെ അറിയിക്കണം. ഇത് ഈ കറണ്ട് ചാർജ്, കാരണം അദ്ദേഹത്തിന് വിനോദ് വക്കീൽ ഇതിനെടുത്തൊരു എഫേർട്ടുണ്ട്, ചെറുതല്ല. വേറെ ആരും ഒരു രാഷ്ട്രീയക്കാരനും ഇല്ല. ഒരു സഹായത്തിന് ഒരു മനുഷ്യനില്ലാതെ ആ മനുഷ്യൻ ചെയ്ത കാര്യത്തിന് എൻ്റെ എല്ലാ പിന്തുണയുണ്ട്. കാരണം ഞാൻ ഒരു കാലത്ത് എന്നെയും ഇതുപോലെ സാധാരണക്കാരാണ് പിന്താങ്ങിയത്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പിന്തുണ ഞാൻ അറിയിക്കുക, അതുവഴി ജനങ്ങൾ കണ്ണു തുറക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും അന്ന് ഞാൻ തുറന്നു പറഞ്ഞപ്പോൾ മനസ്സിലാക്കാത്തവർക്ക് മനസ്സിലാകാൻ അദ്ദേഹത്തെ ഇപ്പോൾ KSEBിയുടെ ചെയർമാൻ സ്ഥാനത്ത് ഇരുത്തിയിട്ട് പുതിയ നടപടി വരുന്നു. അത് ഞാനല്ലെങ്കിൽ മറ്റൊരാൾ, ഞാൻ അതിൽ എന്നെ പോലെ തന്നെ ഞാൻ വിൽസൺ വക്കീലിനെ കാണുകയാണ്. വിൽസൺ വക്കീലിൻ്റെ ആ പോരാട്ടം അതുവഴി പൊതുജനത്തിൻ്റെ മനസ്സുകളിലേക്ക് ഇവരുടെ കള്ളത്തരങ്ങൾ എത്തട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുകയാണ്. അപ്പം സത്യത്തിൽ കോഴിക്കോട്ടെ മനുഷ്യരോട് നന്ദിയുണ്ട്, സ്നേഹവുമുണ്ട്. 2027 വരെയുള്ള വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് 111 പേജുള്ള ഒരു ശുപാർശയാണ് KSEB റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ നൽകിയത്. ഈ വിഷയത്തിൽ ജനങ്ങളെ കാണാനും കേൾക്കാനും റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനിച്ചു. കേരളത്തിൽ 4 സ്ഥലങ്ങളിൽ കോഴിക്കോട്, പാലക്കാട്, എറണാകുളം, തിരുവനന്തപുരം പബ്ലിക് ഹിയറിംഗ് അവർ തീരുമാനിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ ഈ സ്ഥലങ്ങളിലേക്ക് ജനങ്ങൾ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് മനുഷ്യർ ആ വീഡിയോ കണ്ടു, ഷെയർ ചെയ്തു, ലൈക്ക് ചെയ്തു, എന്നെ വിളിച്ചു. പക്ഷെ ഞാൻ കരുതിയത് പ്രതിഷേധവും പ്രതികരണവും വാട്സപ്പിലും ഫേസ്ബുക്കിലും മാത്രം ഒതുങ്ങുമെന്ന് തന്നെയാണ്. ഇങ്ങനെ തന്നെയാണ് റെഗുലേറ്ററി കമ്മീഷൻ വിചാരിച്ചത്. വെറും 50 പേരെ മാത്രം പ്രതീക്ഷിച്ച റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ ഇന്ന് കോഴിക്കോട് ഹാജരായത് 1500 പേരാണ്. രാവിലെ മുൻകൂട്ടി നിശ്ചയിച്ച ഹോള് വരെ അവർക്ക് മാറ്റേണ്ടി വന്നു. ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ: നമ്മളെ കൊള്ളയടിക്കുന്ന, നമ്മളെ ഇല്ലായ്മ ചെയ്യാൻ നിൽക്കുന്ന ഭരണ സംവിധാനത്തിനെതിരെ കക്ഷി രാഷ്ട്രീയം മറന്ന്, വർഗ വ്യത്യാസം മറന്ന് പൊതുജനം ഇറങ്ങിയാൽ എല്ലാ വിഷയങ്ങളും നമുക്ക് അനുകൂലമായി വരുമെന്നുള്ളതിന്റെ തുടക്കം, അതിന്റെ ചരിത്രമാണ് ഒരുപക്ഷെ കോഴിക്കോട് ഇന്നുണ്ടായിട്ടുള്ളത്. 5-ാം തീയതി എറണാകുളത്തും 11-ാം തീയതി, 10-ാം തീയതിയാണ് മുൻകൂട്ടി നിശ്ചയിച്ചതെങ്കിൽ ഡേറ്റ് മാറ്റിയിട്ടുണ്ട്, 11-ാം തീയതി തിരുവനന്തപുരത്തും ഇതേ ഹിയറിംഗ് നടക്കും. ഇതിൽ കൂടുതൽ മനുഷ്യർ ഇവിടേക്കൊക്കെ എത്തട്ടെ. നമ്മുടെ ആശങ്കയും ആകുലതകളും KSEB വൈദ്യുതി ചാർജ് കൂട്ടുന്നത് കൊള്ളയാണെന്ന് അവരെ ബോധിപ്പിക്കാൻ കഴിയട്ടെ. ഒറ്റ കാര്യം മാത്രമേ ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകരോട് പറയാനുള്ളൂ: ഞാനൊരു സാധാരണ മനുഷ്യനാണ്. ഒരു സാധാരണ മനുഷ്യർ വീഡിയോ ചെയ്തെങ്കിൽ ഇത്രമാത്രം ജനം അവിടെ വന്നെങ്കിൽ ഈ നാട്ടിലെ മനുഷ്യരോട് ഉത്തരവാദിത്തമുള്ള നിങ്ങൾ ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ ചെയ്തോളൂ. നിങ്ങളുടെ റേറ്റിംഗിന് ആവശ്യമായിട്ടുള്ള എല്ലാ കഥകളും നിങ്ങൾ മെനഞ്ഞോളൂ. നിങ്ങൾ അത്തരം വിഷയങ്ങൾ മാത്രം ആഘോഷിച്ചോളൂ. പക്ഷേ ജനജീവിതവുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങളിൽ തിരിഞ്ഞു നോക്കാനെങ്കിലും അവിടേക്കൊന്ന് കടന്നു ചെല്ലാനുള്ള സാമാന്യ മര്യാദ നിങ്ങൾ കാണിക്കണം. കാണിച്ചില്ല എങ്കിൽ ജനം നിങ്ങളെ വെറുക്കുന്ന കാലം അതിവിദൂരമല്ല എന്ന് പറഞ്ഞു വെക്കാൻ മാത്രം ആഗ്രഹിക്കുക.